മാവിൽ അങ്ങനെ അമ്മ തൂത്തുവാരൽ മഹാമഹം തുടങ്ങി. വീട് മൊത്തം തൂത്തുവാരുന്ന പരിപാടി. എനിക്കിന്ന് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അലക്കുകാരുടെ കൊടുക്കാനുള്ള മുണ്ട് മൊത്തം കെട്ടി വെക്കണമായിരുന്നു. കണ്ടില്ലേ, എല്ലാം കെട്ടി സെറ്റാക്കി വെച്ചു. ഒരു 10-28 മുണ്ടുണ്ട്. ഇനിയും അതെല്ലാം കൂടെ അലക്കാൻ കൊടുക്കണം. ഒരാൾ പുറത്തെ തൂത്തുവാരൽ, ഒരാൾ അകത്തെ തൂത്തുവാരൽ. അതാണ് അടുത്ത പരിപാടി. ഇവിടെ എന്താ പരിപാടി? കരിയില മൊത്തം തൂത്തുവാരുക. കണ്ട, വേസ്റ്റ് കിടക്കുന്നുണ്ടോ? അത് നല്ലത് തന്നെ. മാവ് കായ്ക്കാൻ ഈ പുക നമ്മളിങ്ങനെ മൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഈ മാവ് നമുക്ക് പട്ടി കിട്ടും. നീ ശ്രമിച്ച് അടുത്ത കൊല്ലത്തേക്ക് ഒരു മാവും പിന്നെ പൂക്കരുത്, കായ്ക്കരുത്. ആ അവസ്ഥയിലാക്കി എടുക്കണം. അവിടെ കണ്ടില്ലേ, ഇവിടെ ഇതാ നമ്മുടെ ചെറിയ മാവ്. അപ്പുറത്തൊരു വലിയ മാവുണ്ട്, ഇത് ചെറിയ മാവ്. അവള് കണ്ടേ, അതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ച് ഇതിന്റെ പുക കൊണ്ടാ മതിയോ? കാർബൺ ആണ് മാവിന്റെ. റോഡ് സൈഡിൽ നിൽക്കുന്ന മാവുകൾ എന്തുകൊണ്ട് കായ്ക്കുന്നു? നിറയെ പുക അതിന് കിട്ടുമല്ലോ. അവളുടെ പുതിയ അറിവാ കേട്ടോ. അല്ല, പുതിയ അറിവ് നമുക്ക് പകർന്നു തരികയാണ്. റിസൾട്ട് കിട്ടുമെങ്കിൽ നമ്മളത് സക്സസ് ആയിട്ട് പ്രഖ്യാപിക്കും. ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ കാണിക്കും. അയ്യോ കൊള്ളാം. ഈ പുക ദാ ഇങ്ങനെ മാവിനെ ഏക്കണമെന്നാ പറയുന്നത്. ഏറ്റ് കഴിഞ്ഞാല് കുറേ പൂക്കുമെന്നാ പറയുന്നത്. റോഡ് സൈഡിൽ നിൽക്കുന്ന അല്ലേ, റോഡ് സൈഡിൽ നിൽക്കുന്നതിന് എങ്ങനെ പുക കിട്ടുന്നടി? ഓ, വാഹനങ്ങളുടെ പുക കിട്ടുന്നോണ്ടാണ്. അല്ല, റോഡ് സൈഡിൽ നിൽക്കുന്ന കായ്ക്കും നന്നായിട്ട്. ആണ്ട, തീ കത്തിച്ചിട്ട് പിന്നെന്തിനാ കൊണ്ടുവന്ന് വെള്ളം കൂടെ? ഓ, പുക വരാൻ വേണ്ടിട്ടാ. ആണ്ട, ഇവിടെയും കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. അയ്യോ കൊള്ളാം, നല്ല കലാപരിപാടി. ഓ, ഇന്നത്തെ അപ്പം പരിപാടി ഇതാണല്ലേ. ഇത് നീ എവിടെ കണ്ടത്? അതായത് മാവിന് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതിന്റെ കായ്ക്കാനുള്ള സംഭവം എന്നാ പറയുന്നത്. അപ്പൊ മാവിനിങ്ങനെ പുക കൊണ്ടു കഴിഞ്ഞാല് ശരിക്കും മാവ് നന്നായിട്ട് കായ്ക്കുന്നു. ഇത് എവിടെ കണ്ടുപിടുത്തോ പുതിയത്? അല്ല, അതുപോലത്തെ ഒരു പ്ലാവ് അച്ഛൻ ഇവിടെയും കൊണ്ടുവയ്ക്കാൻ പറ്റും നമുക്ക് ഫ്രണ്ടില്. കാർഷികോളജിന്ന് കിട്ടും. പൊക്കം കുറവാണ്, കായ്ക്കുകയും ചെയ്യും. ഇത് ആശയുടെ അച്ഛൻ പ്ലാവ് എങ്ങനെ താഴെ ആശയുടെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാ. പ്ലാവ് അവിടെ കൊണ്ട് നട്ടതേ. അവര് മണ്ണുത്തിന്നു എന്തോ മേടിച്ചതാ. അത് നമുക്ക് മേടിച്ച് 2 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് തണലും കിട്ടും, പൊക്കം കുറഞ്ഞ് ചക്കയും കിട്ടും. ഇതുപോലത്തെ പാടില്ല. അല്ല, എന്തോ പ്ലാവാ അത്? സ്പെഷ്യൽ വല്ലോ? സ്പെഷ്യലാ. ബഡ് ചെയ്തോ? അല്ല, ബഡ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തോ സാധാരണ ചക്ക ഇല്ലയോ അത് ഉണ്ടാകുന്നത്? പിന്നെ സാധാരണ ചക്ക എന്നെ പെട്ടെന്ന് കായ്ക്കും, പൊക്കവും കുറവാണ്. ഒരുപാട് വർഷം എടുക്കുമല്ലോ കായ്ക്കാനായിട്ട്. എടി, ഇത് കെട്ടുപോയി കേട്ടോ. എന്തോ പ്ലാവിന്റെ തയ്യല്ല, അത് കമ്പുണ്ടല്ലോ. നമ്മള് ചീനിക്കമ്പ് മുറിക്കുന്ന പോലെ ഇങ്ങനെ ബഡ് ചെയ്ത് നടും, എന്നിട്ട് അത് ചിലപ്പോ തിരിച്ചു വരും. ഓ, അല്ല, ഈ പ്ലാവേൽ എന്തെന്നാ പിന്നെ മറ്റേ ഇത്? അല്ല, ഇതെന്താ ചിരട്ട കെട്ടി തൂക്കിയിടണമെന്നൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത്. ചിരട്ട ഇങ്ങനെ ഒരയ്ക്കുക, എന്നിട്ട് റൗണ്ടില് ചിരട്ട ഒരു 3-4 കെട്ടി റൗണ്ടിൽ കെട്ടി തൂക്കിയിട്ട് ആ ഭാഗം പോലെ താപ്പോട്ട് കായ്ക്കുമെന്നാ ഇങ്ങനെ ഓരോ. അതിന് മുകളിലോട്ട് പോവാതെ താപ്പോട്ടെന്ന് പറഞ്ഞാൽ താഴെ നമുക്ക് കിട്ടുമെന്ന്. ശരി ശരി. ഇന്ന് എല്ലാരും ചൂലും കൊണ്ട് നിൽക്കുക കേട്ടോ. ഇന്ന് തൂപ്പ് മഹാമഹവാ. എടി, സാധാരണ ഞായറാഴ്ച ഇന്നലെ അല്ലയോ തൂക്കുന്നേ? അവള് പിടങ്ങി, ഞാൻ പറഞ്ഞതുകൊണ്ട്. ഞാൻ പറഞ്ഞു അവളുടെ ഒരു ഇൻട്രസ്റ്റ് ഞാൻ കെടുത്തി എന്നാ പറയുന്നത്.
ജോലി ചെയ്യാൻ സമ്മതിക്കില്ലെന്ന്. അയ്യോ കൊള്ളാം. ഇത് നമ്മുടെ പണ്ടത്തെ ഒരു കൂജയാ കേട്ടോ. അതാണ്ട് അത് അവളെടുത്ത്. എടി എന്താണ് ഇതിനകത്ത് ഇപ്പം വെള്ളം നിറയ്ക്കത്തില്ലയോ ഈ കൂജയില്? ഈ കൂജയിലേ ഇപ്പം വെള്ളം നിറയ്ക്കത്തില്ലയോ? അതെന്താ ചീത്തയായോ? പൊട്ടി. ആ കൂജ അവിടെ വെച്ചിരുന്ന് പൊട്ടിച്ച്. ഇത് മറ്റേ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഈ കൂജയില് വെള്ളം പിടിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. എന്തായാലും പൊട്ടിച്ചു. വെരി ഗുഡ്. ഇന്ന് നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട ജോലി കിടപ്പുണ്ട് കേട്ടോ. ഇന്ന് ബെല്ലക്കുട്ടൻ്റെ കുളിയാണ്. ഇന്നലെ കുളിപ്പിക്കേണ്ടതായിരുന്നു കേട്ടോ. ഇന്നലെ കുളിപ്പിക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നിനിയിപ്പം ബെല്ലക്കുട്ടനെ പിടിച്ച് കുളിപ്പിക്കണം. ആ കുളിന്ന് കേട്ട ആശാൻ ഇപ്പം കാറിൻ്റെ അടി കയറും. പക്ഷേ ആദ്യത്തെ ഒരു പ്രശ്നമുള്ളടി അവന്. അത് കഴിഞ്ഞാൽ പിന്നെ ആശാൻ ഉഷാറാ. പിടി കിട്ടുന്നവരെ പാടേ ഉള്ളൂ. ഒരു ശകലം ഒന്നേ. അയ്യേ ഇതെല്ലാം കൂടെ എന്തിനാ ഇതിന്റെ പുറത്തെടുത്തിട്ടേക്കുന്നേ? ഇന്നും തുടയ്ക്കാൻ പോകുന്നു ഇവിടെ. ആശാന് ആദ്യത്തെ ഒരു പാടേ ഉള്ളൂ. ഒരു കുറച്ച് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞുണ്ടല്ലോ പിന്നെ ആശാൻ ഉഷാറാ. പിന്നെ അവന് ഭയങ്കര ഇൻട്രസ്റ്റാ കുളിക്കാൻ. പിന്നെ അങ്ങനെ നിന്ന് തരും നല്ല സുഖിച്ച്. മഴ നനയാനൊക്കെ ഭയങ്കര ഹാപ്പിയാ. മഴ കണ്ട പരിചയത്ത് കയറത്തില്ല. പിന്നെ എപ്പോഴും അവിടെ നിൽക്കും. എന്താണ് പരിപാടി? കുളിക്കണ്ടേ? കുളി തുടങ്ങാം. ദൈവമേ അതെല്ലാം കത്തിയല്ലോടി. സൂക്ഷിച്ച്. നീ ഇപ്പൊ ഇവിടെ നോക്കി നിൽക്കണം കേട്ടാ. അല്ല ഇത് കത്തിയെല്ലാം കൂടെ മൊത്തത്തിലെരിയും. കത്തിക്കുളം. അല്ല വെള്ളം കുടഞ്ഞാൽ അവൻ കെട്ടുപോവുക. അല്ല അച്ഛാ വെള്ളം കുടഞ്ഞിട്ട് അവൻ കെട്ടുപോകുന്നുണ്ട്. അതും പ്രശ്നമാണ്. കെട്ടുപോകരുതല്ലോ. മാവ് പൂക്കാനും മാങ്ങ ഉണ്ടാകാനുള്ള പുതിയ ഐഡിയ കേട്ടോ. കൊള്ളാം. അതാണ്ട് അയ്യോ അതും കത്തി. എടി ആ മാവ് കരിഞ്ഞു പോടി. അതിന്റെ ഇല മൊത്തം കരിഞ്ഞു പോവും. ദൈവമേ. നമുക്ക് സത്യത്തിൽ മൊത്തം ഇപ്പം 3 മാവുണ്ടല്ലേ? ഇതൊന്ന് പിന്നെ വെരി ഗുഡ്. വെള്ളം അയ്യോ ഇത് ഒന്ന്. മറ്റേതും ചെറിയ മാവാ അല്ലേ? എനിക്ക് ചുമ്മാ വെള്ളം ഒഴിക്കാതെ ഇങ്ങോട്ട് വന്നൊഴി. അയ്യേ എന്റെ ഫോൺ നനയ്ക്കരുത് ഇന്ന്. കെടുത്തണ്ടേ ഇത്? ഓ അതെന്റെ തലയിലായി. എനിക്കൊരു മണ്ടം പണി കിട്ടി കേട്ടോ. ബെല്ലക്കുട്ടനെ ആണ്ടേ ഞാൻ ഇത് വീട്ടിൽ ഇടുന്ന ചെരുപ്പാ കേട്ടോ. ബെല്ലക്കുട്ടൻ അപ്പിയിട്ട് വെച്ചിരുന്നു. അതേ കയറി ചവിട്ടി കുളമായി. ഇതാണ്ടേ കുഴപ്പമില്ല. ഞാൻ കഴുകിയെടുക്കണം വൃത്തിയായിട്ട്. ഇത് ഞാൻ പെരയ്ക്കകത്തിരുന്ന ചെരുപ്പായിരുന്നു. ശരി. ഇതിനിടയ്ക്ക് നമ്മുടെ ചക്ക, ഇന്നലത്തെ ചക്ക റെഡിയായിട്ടുണ്ട്. എന്ത് ഇന്ന് കാണിച്ചേ? അടിപൊളി നല്ല സൂപ്പർ. ഈ ചക്ക വേവിച്ചില്ലേ? ചക്ക വേവിച്ചതും ചമ്മന്തി അടിപൊളി. ഇന്ന് രാവിലത്തെ ഫുഡ് ഇതാണ് കേട്ടോ. ചക്ക വേവിച്ചതും ചമ്മന്തിയും. രാവിലത്തെ ഉച്ചക്കത്തേക്കാ വെച്ച്. പക്ഷെ ഞാൻ രാവിലെ തന്നെ ഇത് അടിച്ചു തീർക്കും. ഇനി ഞാൻ നേരെ പോയി ബെല്ലക്കുട്ടനെ കുളിപ്പിച്ചു കൊണ്ടു കേട്ടോ. ഇല്ലെങ്കിലേ താമസിക്കും. അയ്യോ അവന്റെ ഷാമ്പു ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇത് സത്യം പറഞ്ഞാൽ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയ ചക്കയാ കേട്ടോ. ഇത് മിക്കവാറും ഞാൻ രാവിലെ തന്നെ തീർക്കുന്ന ലക്ഷണമാണ്. കാരണം നല്ല വിഷം. നീ ഇപ്പൊ കാപ്പി കുടിച്ചിട്ട് ബെല്ലക്കുട്ടനെ പോയി കുളിപ്പിക്കാന്ന് വെച്ച് രാവിലെ സത്യം പറഞ്ഞാ കണ്ടപ്പോ തന്നെ കൊതിയായി കേട്ടോ. സത്യം. ഓ എന്താ ടേസ്റ്റ്. ഞാന് സാധാരണ രാവിലെ 3 ദോശ തിന്നെ. ഇന്നാകെ 1 ദോശ തിന്നുള്ളൂ. എന്തെന്നറിയാമോ? ഈ ചക്ക തിന്നാൻ വേണ്ടിയിട്ട്. ഉച്ചക്കത്തേക്ക് തേക്കവോ എന്താ അച്ഛനും ഇരുന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കഴിച്ചായിരുന്നോ? നീ കഴിച്ചില്ലേ? അവളും കഴിച്ചു.
നീ അമ്മയും കൂടെ ഉള്ളു ചക്ക ടേസ്റ്റ് ചെയ്യാൻ. അമ്മ സാധാരണ ചക്കക്കോഴി ചെയ്യാമല്ലോ, ഇന്നും കിട്ടി. കൊള്ളാമോ? കൊള്ളാമോ? സൂപ്പർ സാധനം. ചെറിയ മധുരമുണ്ടോ? ഇല്ലില്ല, ഇല്ലില്ല, ഇത് വിളഞ്ഞതേ ഉള്ളമ്മോ. അത്ര പഴുത്തിട്ടില്ല, ഇത് വിളഞ്ഞതേ ഉള്ളൂ. നാളെ എടുത്ത് ശരിയാക്കാം. അപ്പോഴത്തേക്ക് നാളത്തെ ഇച്ചിരി മധുരം. അത് പക്ഷെ വേറെ ഉണ്ട്, അത് മത്തങ്ങേരിശ്ശേരിയാ കുറച്ചുകൂടെ മധുരത്തിൽ വെക്കാൻ ടേസ്റ്റ്. ചക്കേരിശ്ശേരി കൊള്ളാം. എന്റെ ദൈവമേ, ഈ ചക്ക കൊണ്ട് എന്തെല്ലാം പരിപാടികളല്ലേ. ചക്ക പൊടിച്ച് പുട്ടുണ്ടാക്കാം അല്ലേ? ചക്ക പൊടിച്ചിട്ട് എന്തൊക്കെയാണോ പുട്ട്, പിന്നെന്തോ എല്ലാത്തിൻ്റെയും കൂടെ ചപ്പാത്തിയുടെ കൂടെ ചേർക്കാം, പുട്ടിൻ്റെ കൂടെ ചേർക്കാം, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ചേർക്കാം. പിന്നെ അതുപോലെ ചക്ക ഉണക്കി പൊടിക്കാതെ വേവിക്കാം. അയ്യോ, നിങ്ങളിൽ ആരോ എനിക്ക് കൊതിയിട്ട് ചുമക്കുന്ന അമ്മയില്ലാത്ത, അപ്പൊ അമ്മ തന്നെ കൊതിയിട്ട്. അച്ഛൻ്റെ നമ്പർ കേട്ടോ, ചമ്മന്തി കൂടെ ലൈഫ് ചെയ്തത് അത് തീർക്കാൻ വേണ്ടിയിട്ടൊന്ന്. എന്നാ ചക്ക വേണമെന്ന് പറഞ്ഞാ പോരെ. ഒത്തിരി കടുമാങ്ങ കിട്ടുന്നു. ഇത് കടുമാങ്ങ ഇന്നലെ ഇട്ടോ മിനിഞ്ഞാന്നിട്ടാ കടുമാങ്ങ. എനിക്ക് ഒരു 3 ദിവസം 4 ദിവസത്തിൽ കൂടുതൽ ഉപ്പിലിട്ട മാങ്ങ എനിക്കിഷ്ടമല്ല. അതിനായിട്ട് ഞാൻ കൂടുതലില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവിടുത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 2 ദിവസം 3 ദിവസത്തേക്കുള്ളത് നമ്മൾ അച്ചാറാക്കത്തുള്ളൂ. അടിപൊളി ടേസ്റ്റ്. ഉണ്ടെന്നാട്ടെ വെള്ളം കൂടെ നല്ല ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, മതി മതി. ആ കരുമാങ്ങ ചമ്മന്തി, ഓ പൊളി. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാ നീ ഒന്നിനും കുളിക്കത്തില്ല. വെള്ളക്കുടനെ എങ്ങനെ കുളിപ്പിക്കുമോ എന്തോ. അയ്യോ, ഇന്നും വെള്ളക്കുട്ടന്റെ കൂടി മുടങ്ങുന്ന ലക്ഷണം. മതി മതി. രാവിലെ ബെല്ലക്കുട്ടൻ്റെ നിപ്പുണ്ടോ? അവനെ ഇപ്പൊ കുളിപ്പിക്കണം കേട്ടോ. അവനെ കുളിപ്പിക്കാനാ നമുക്ക് സത്യം പറഞ്ഞ ഈ ഫ്രണ്ടിലെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പം കാറും കൊണ്ടുവന്നിട്ട് നേരത്തെ ഇവനെ ഇങ്ങനെ കെട്ടിയിട്ടാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അത് ചുറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങ് ബാക്ക് സൈഡിൽ കൊണ്ടിട്ട് ആശാനെ കുളിപ്പിക്കാം. ആദ്യം ഓസ് അങ്ങ് കൊണ്ടിടണം. ഓസിട്ടേ കുളിപ്പിക്കുന്നതാണ് നല്ലത്. കുന്തം ചെടിച്ചട്ടിയെ കുരി. അയ്യോ അയ്യോ, അവിടെ അച്ഛൻ കൊണ്ടുവന്ന് തുണിയെല്ലാം കൂടെ നനച്ച് വിരിച്ചിരിക്കുക. കുഴപ്പമില്ല. സാധാരണ ഇപ്പൊ വേണ്ടേ ഈ തെങ്ങിലേ എങ്ങനെ എങ്ങനെ എവിടെ? അല്ല, തുണി വിരിക്കാനല്ല അച്ഛാ. അല്ല, ഈ തെങ്ങയിലോട്ട് കെട്ടിയിട്ടാ കുളിപ്പിക്കുന്നു. അല്ല, അവനെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ കൊടയും. ഓക്കെ ഓക്കെ ഓക്കെ, അത് നല്ലതാ കേട്ടോ. അപ്പൊ അവന്റെ കൂടിന്റെ അവിടെ തന്നെ കെട്ടിയിട്ട് കുളിപ്പിക്കാം അല്ലേ? അതാ നല്ലത്. ഏറ്റവും സേഫ്റ്റി കൂടിന്റെ അവിടെ കെട്ടിയിട്ട് കുളിപ്പിക്കാം. ഇനി നമ്മുടെ ബെല്ലക്കുട്ടനെ അയച്ചോണ്ട് വരട്ടെ. ബെല്ലക്കുട്ടാ, കിമോൻ കിമോൻ, കിടന്നു വരൂ. ബെല്ലക്കുട്ടൻ കിടന്നു വരൂ. നടക്കാൻ പാനല്ല, നടക്കാൻ പാനല്ല. അയ്യോ, എന്നെ കൂടി ഇടിച്ചിടും. വരൂ. ആശാൻ വിചാരിച്ചത് അവനെ കൊണ്ട് ഞാൻ നടക്കാൻ പോകാനാണെന്നാ. നീ ഇന്നലെ വന്നില്ലല്ലോ നടക്കാൻ. ആണ്ടെ തുള്ളി തുള്ളി അവന്റെ നടപ്പുണ്ടോ?
തുള്ളി ഇന്ന് കുളിയാ. നടക്ക. അയ്യോ ചവിട്ടി. ഇടത്തിരി പതുക്കെ നടക്കണ, ഇങ്ങനെ തുള്ളാതെ പോട്ടെ. ഓ, ഇവന്റെ നഖം കഴിഞ്ഞ ദിവസം വെട്ടിയത്, എന്നിട്ടും വേണ്ടേ കൊള്ളുമ്പോഴേ വേദന എടുക്കും കേട്ടോ. നമുക്ക് തൽക്കാലം ഇവനെ ഏതേലോട്ട് കെട്ടിയിടാം. എന്നെ നക്കരുത്. അയ്യോ, തൽക്കാലം മക്കള് ഇത് ഇവിടെ ഒട്ടിക്കടാ കേട്ടാ. ഞാന് നിന്റെ ഷാമ്പു എടുത്തോണ്ട് വരട്ടെ. ഡോക്ടർ തന്നു നിന്റെ സ്പെഷ്യൽ ഷാമ്പു. അയ്യോ, എന്തിനാ ചുരണ്ടുന്നേ? എന്നെ ഇട്ട് മാന്തുക കണ്ടോ? മാന്തല. രാവിലെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുക ആശാൻ. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചാൽ എന്താണ്ട് ഇതേ, ഇവന് ഡോക്ടർ സ്പെഷ്യലായിട്ട് കുറിച്ച് തന്നൊരു ഷാമ്പു കേട്ടോ. സത്യം, ഇവന് അസുഖം വന്നപ്പം കുറിച്ച് തന്ന പെറ്റ് കെയർ എന്നും പറയുന്നുണ്ട്. പെറ്റ് ബെൻ എന്നും പറയുന്നത്. ഞാനിത് നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ സംഭവം. ഇന്ന് ഇത് വെച്ച് വേണം ആശാനെ കുളിപ്പിക്കാൻ കേട്ടാ. കുളി മഹാമഹം. ബെല്ലക്കുട്ടൻ്റെ ബ്രഷ് ഉണ്ട്, ഷാമ്പു ഉണ്ട്, കണ്ടില്ലേ? ഇതാ ബെല്ലക്കുട്ടൻ്റെ ബ്രഷ്. ഇതിങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് സാധാരണ ഒഴിച്ച് ചെയ്യണമെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ ഇതിനകത്ത് ഒഴിക്കത്തില്ല കേട്ടോ. ഞാനൊരു കപ്പിനകത്തോട്ട് ഈ ഷാമ്പു എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചിട്ട് ദേഹം മൊത്തം തൂത്ത് കൊടുക്കത്തില്ല. അപ്പൂപ്പനെ കുളിപ്പിക്കാൻ വല്ല ആഗ്രഹമുണ്ടോ? ബെല്ലക്കുട്ടനെ കുളിപ്പിക്കാൻ വല്ല ആഗ്രഹമുണ്ടോ അപ്പൂപ്പൻ? ഇത് കുറച്ച് കട്ടിയായി കേട്ടോ. ഇതേ കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ. കുഴപ്പമുണ്ടോ? വെള്ളം കുടിക്കും. കഴിക്കാനൊന്നുമല്ല. ഇത് നിനക്ക് തിന്നാനുള്ള സാധനമല്ല. അവന് പിന്നെ എല്ലാം തിന്നാനുള്ള അല്ലേ ഞങ്ങൾക്ക്. പച്ച നട്ടമ്പി, കുളിമഹാമഹം. ബെല്ലക്കുട്ടന്റെ കുളിമഹാമഹം. ഇങ്ങോട്ട് നീങ്ങിക്ക്. അവിടെ പോയി നിൽക്കാതെ ഇങ്ങോട്ട് നീങ്ങിക്ക്. എടാ, അവിടെ പെരയ്ക്കകത്തോട്ട് വെള്ളം വീഴൂടാ. നീ അവിടെ പോയി നിന്നാൽ പെരയ്ക്കകത്ത് വെള്ളം വീഴും. ഗുഡ് ബോയ്. മുഖത്തൊക്കെ ഇത്തിരി വെള്ളം വീണെന്ന് വെച്ച് ദോഷമില്ല. ചെടിക്കകത്ത് വെള്ളം കയറുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. മുഖത്തൊക്കെ വെള്ളം വീണെന്ന് വെച്ച് യാതൊരു ദോഷവുമില്ല. ഓ, കൊടഞ്ഞ് നശിപ്പിച്ച് എൻ്റെ ക്യാമറയിലും ഈ പെരയ്ക്കകത്തും കംപ്ലീറ്റ് ഈ വെള്ളം ഒഴിക്കും. നിന്റെ വീടിനകത്തും വെള്ളം ഒഴിക്കും. എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? കണ്ട, ആദ്യം ആശാനൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പാറയുള്ളൂ. അത് കഴിയുമ്പോൾ ആശാനം ഉഷാറാണ്. കണ്ട, അടിപൊളി. ഇനിയിപ്പോൾ അങ്ങനെ നിൽക്കും. എത്ര വേണേ വെള്ളം ഒഴിച്ചു. ഇങ്ങോട്ടാ ചക്കുട്ടാ, ഇങ്ങോട്ടാ ചക്കരക്കുട്ടാ, അങ്ങോട്ടാ, അങ്ങനെയാണോടാ കുണ്ടോണി, അങ്ങനെയാണോടാ. നിനക്ക് പല്ല് തേക്കാനുള്ള സാധനം കൂടെ വാങ്ങിച്ചു തരണം. എന്നാട്ടെ, വായിക്കകത്തൊക്കെ അഴുക്കുണ്ട്. കണ്ട, പല്ലയിലൊക്കെ ഇരിക്കുന്ന അഴുക്ക് കണ്ട. വേണ്ടേ വേണ്ടേ, പല്ലയിലൊക്കെ അഴുക്കുണ്ട്. പല്ല് തേപ്പിക്കണം തന്നെ. പല്ല് തേക്കുന്ന ബ്രഷ് കാണിക്കണം ഞങ്ങൾക്ക്. ഞങ്ങളും കുണുവാവയല്ലേ ഇല്ലേ? കുണുവാവയല്ലേ ഞങ്ങളും. കൊടയല്ലേ കൊടയല്ലേ, അതിനകത്ത് നിറച്ച് വെള്ളമാവും.
എന്റെ ക്യാമറയെ തെറിപ്പിച്ചാൽ ഇടി ഇടി ഇടി. അയ്യടാ എന്തൊരു സുഖം അല്ലേ? ഇതിനല്ലേ കിടന്ന് പിടിച്ചത് നീ? എന്ത് സുഖമാ കുടിക്കുന്നേ. എടാ മക്കളെ, എടാ ബെല്ലാനും കുട്ട, ഇത് നല്ല സോഫ്റ്റാ കേട്ടോ ഈ ബ്രഷ്. ഞങ്ങള് കൈയൊക്കെ തേച്ചു. ഉണ്ണിക്കൈ വളർന്ന് വാ. ഇല്ലയോ? ഉണ്ണിക്കൈ രണ്ടും കളഞ്ഞൊളിഞ്ഞു വാ. അയ്യോ പെട്ടെന്നാട്ട്. നമുക്ക് ആ വെള്ളം നിറയുന്നതിന് മുമ്പ് തേച്ച് കഴിയാം. എന്താടാ ഇത് പതയുന്നില്ലല്ലോ? നമ്മുടെ ഇത് പഴയതായോടാ ഷാമ്പു. എടാ കുട്ടൂസേ, നമ്മുടെ ഷാമ്പു പഴയതായോ? കാലിങ്ങനെ പൊക്കി വെച്ചേ, ഇതെല്ലോട്ട് ഇങ്ങനെ പൊക്കി വെച്ചോ കുഞ്ഞ്. ഇല്ല എൻ്റെ ദേഹത്തോട്ട് പൊക്കി വെച്ചോ. അങ്ങനെ നീ ഇത് എവിടെ പോയി ചാടിയതാടാ? മറച്ചഴുക്കാണല്ലോ. നീ ഉരുളുവായിരുന്നോ? എങ്ങാണ്ട് കിടന്ന് ഉരുളുവായിരുന്നോ കുഞ്ഞ്? ഇവിടെ എല്ലാം നാണ്ട ഇഷ്ടം പോലെ അഴുക്ക്. അയ്യോ, കുണുവാവയുടെ ദേഹം മൊത്തം അഴുക്കാണല്ലോ. നല്ല അഴുക്കാണല്ലോ. കുണുവാവയുടെ ദേഹം മൊത്തം നല്ല അഴുക്കാണല്ലോ. അയ്യോ, ഇനി അലക്കുന്നതിന്റെ വ്യാഴാഴ്ച വരത്തുള്ളൂ കേട്ടോ. ആ, അവര് വ്യാഴാഴ്ച വരത്തുള്ളൂ പറയും. പുള്ളിക്കാരിക്ക് ജോലിക്ക് പോകണമെന്ന് പറയും ചേച്ചിക്ക്. ചേച്ചി ഏതാ? ഞാൻ തേക്കാനോട് എടുത്ത് വെച്ചേക്കാം. ആ, ഞാൻ എടുത്ത് അവിടെ വെച്ചേക്കാം. അല്ല, ഇന്ന് വരത്തില്ല എന്തായാലും. ഓ ആയിക്കോട്ടെ. ഇന്ന് വൈകിട്ട് ഇന്ന് വേറെ പരിപാടി ഇന്ന് രാവിലെ ഞാൻ പറയാം. എനിക്കിന്ന് വേറെ പരിപാടിയൊന്നും ഇല്ല. അവര് വിളിക്കുകയാണെങ്കിലേ അവരോട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലോ. ആര്? ഈ മറ്റേ നമ്മളവര് പറഞ്ഞ പോലെ. നോക്കട്ടെ ഞാൻ പറയാം. കഴിയട്ടെ. നല്ല കാര്യം എന്താ വെച്ചാൽ അവരല്ലെങ്കിൽ ഇപ്പൊ നാളെ വൈകിട്ടായാലും അമ്പലത്തിലൊക്കെ വന്നാൽ ബുദ്ധിമുട്ടായിരുന്നു പറയാനോ എടുക്കാനോ. അയ്യോ, വെള്ളം കളഞ്ഞേ, ഓസിലെ വെള്ളം പോന്നേ. ഓസെടുത്താണോ പിടിക്കുന്നത്? അല്ല, ഓസെടുത്ത് വേണേ പിടിക്കാം. വേണ്ട, കഴിഞ്ഞു. പിടിക്കുന്നേ പിടിച്ചു. എന്റെ പല്ലൂടും തേക്കാൻ പറ്റും നോക്കട്ടെ ഈ ബ്രഷ്. വേണ്ട, ഇവിടെ എല്ലാം അഴുക്ക. ആ, വെള്ളമൊക്കെ തേച്ചു. പിന്നെ ഞങ്ങള് വെള്ളമൊക്കെ തേച്ച് നല്ല ശുന്നരനായി. വേണ്ട, ഞങ്ങൾ ഇനിയിപ്പം നല്ല കുണുവാവയാവും. നോക്കട്ടെ, ഓസ് കൊണ്ടേ ആദ്യം ബക്കറ്റിൽ ഒഴിച്ച് നോക്കാം, എന്നിട്ട് പിന്നെ ഓസ് കൊണ്ട് ചെയ്യാം. അല്ല അച്ഛാ, അമ്പലക്കാരോടൊപ്പം എങ്ങനെ ഇങ്ങോട്ട് വരാൻ പറയാനോ? അതാ ഞാൻ ചോദിച്ചാൽ വിളിച്ചാലേ, നിന്നോട് ചോദിച്ചിട്ടാണെങ്കിൽ ഇന്നിപ്പോ 3 മണിയൊക്കെ മുമ്പായിട്ട് ഇങ്ങോട്ട് വന്നാലേ. ആ, എന്നാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലും. പക്ഷെ അവരിവിടെ വരെ വരുന്ന പാടല്ലേ? ചോദിച്ചു നോക്കാം അവരോട്. അല്ല, നാളെ വൈകിട്ട് അവരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞാലും മതി അച്ഛാ. ഇല്ലെങ്കിലേ ഇവിടെ നമുക്ക് ഈ റെയിൽവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഈ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെ അവര് വരും? അവരോട് സംസാരിക്കാനൊക്കെ സമയം കിട്ടും. ആ, പിന്നെ ഇങ്ങോട്ട് നീങ്ങുന്നില്ലടാ ചട്ടമ്പി. ഹായ് എന്തൊരു സുഖം. ഹായ് എന്തൊരു സുഖം. ഈ ഷാമ്പു പഴകി എന്തോന്നു കേട്ടോ, ഇങ്ങനെ കട്ട പിടിച്ച് എനിക്ക് കയറിയാ കുണുവാവിടെ ഇവിടോ? ഇല്ല, പോയി. ഓ,
അയ്യേ അപ്പൂപ്പ നിന്നെ 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 കളിയാക്കിയടാ. അയ്യേ അപ്പൂപ്പ നിന്നെ കളിയാക്കി. വെയിലത്ത് കിടക്കാൻ പിന്നെ കുണുക്കുട്ടാ. വെരി ഗുഡ് ഗുഡ് ബോയ്. മതിയാവുന്നല്ലേ? വെള്ളം അച്ഛനെ ഒരു ശകലം ഒന്ന് തുറന്നു വിടാം. ഓസ് ഇട്ടൊരു അടിയും കൂടെ അടിച്ചാലേ നീറ്റാവും. മക്കളുടെ ബെൽറ്റ് കൂടി ഞൂരി എടുക്കട്ടെ. ഓടരുത് അമ്മാവ, ആളറിയാം കേട്ടോ. ഓടരുത്. ഈ ഒന്ന് പറ്റി വെള്ളം കയറിയാ ചട്ടമ്പി? വെള്ളം കയറിയാ? തോർത്തെടുത്തില്ല. എനിക്കൊരു തോർത്തിങ് എടുത്ത് തരുമോ? എവനെ തുടപ്പിക്കാനുള്ള പുതിയത് വേണ്ട കേട്ടോ, പഴയത് എടുത്താൽ മതി. പുതിയ തോർത്തെടുത്താലേ വെള്ളം പോകത്തില്ല. പുതിയ തോർത്തെടുത്താൽ ഞങ്ങൾക്ക് വെള്ളം പോകത്തില്ല. വെള്ളം അങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഇല്ലടാ ചക്കരെ? അയ്യോ കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായില്ല. ഈ എന്തൊരു സുഖം, എന്തൊരു സുഖം. ഈ ചൂടത്തെ സത്യം പറഞ്ഞ പട്ടിക്ക് ഡോക്ടർ അന്ന് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ചുമ്മാ അങ്ങ് വിട്ടേക്കണമെന്ന്. ചൂട് തോർത്താതെ ചുമ്മാ അങ്ങ് വിട്ടേക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക്. ഓ അല്ല, അയ്യോ ഇത് തോർത്തണം. ഇത് നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ചില്ലേ. അങ്ങനെയല്ല, ചെറിയ രീതിയിൽ വെള്ളം ഒന്ന് ഇങ്ങനെ ഓസെടുത്ത് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടേച്ച്. കാരണം ചൂടിപ്പത്തെ സഹിക്കാൻ പറ്റത്തില്ല. ഏതാ? മതി ഇറങ്ങിയുണ്ട്. കറക്റ്റ്. ഇനി ബെല്ലക്കുട്ടന്റെ അടയാളമായിട്ട് ഈ തോർത്ത് വെച്ചേക്കണം കേട്ടോ. അതുകൊണ്ട് ഈ പച്ചക്കറിയുള്ള തോർത്ത് ബെല്ലക്കുട്ടന്റെ. നിർത്തേച്ചാ നിർത്തേച്ചാട്ട്. മൊത്തം തോർത്തണം. ഞങ്ങൾക്ക് തണുക്കും. ഞങ്ങൾ കുഞ്ഞുവാവല്ലേ, ഞങ്ങൾക്ക് നല്ല തണുക്കത്തില്ലേ? തണുക്കുന്നതിന് അവൻ പണിയാ. എടാ ചെറുക്കാ, അവിടെ എന്റെ ക്യാമറ ഇരിക്കുന്നു. നിന്റെ കൂട് നനയും. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണെന്ന് നോക്കിക്കേ. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണെന്ന് നോക്കിക്കേ. പോട്ടെ കുണുക്കുട്ടൻ പോട്ടെ. അങ്ങനെ ബെല്ലക്കുട്ടന്റെ കുളി മഹാമഹം കഴിഞ്ഞു. ഇന്നിനിയിപ്പോൾ എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വൈകിട്ട് ഒരമ്പലമുണ്ട്, പകരം ശാന്തി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.